പാവപ്പെട്ട ഏതൊരച്ഛൻ്റെയും മോഹം സ്വന്തം കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വളരുക എന്നുള്ളതാണ്. എന്റെ കുഞ്ഞിനെ ഒരിക്കലും ഇത്തരം ചുറ്റുപാടിൽ വളർത്താൻ എനിക്ക് സാധിക്കില്ല. എന്റെ കുഞ്ഞൊരു വലിയ പണക്കാരന്റെ വീട്ടിൽ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചത്. അതിനുവേണ്ടി ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ഞാൻ ചെയ്തു. എന്റെ തെറ്റാണത്. എടോ, മര്യാദയ്ക്ക് താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോ. താനീ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും കേട്ടാലുള്ള അവസ്ഥയുണ്ടല്ലോ. പോലീസ് തന്നെ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. താനീ വീട്ടിൽ ജോലിക്ക് കയറി എന്നുള്ള വിവരം പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി എന്ത് പേടിക്കാൻ? അല്ലെങ്കിൽ തന്നെ ഇനി എന്താണ് എനിക്ക് നഷ്ടപ്പെടാനുള്ളത്? സ്വന്തം ജീവിതവും ഭാര്യയും കുഞ്ഞും എല്ലാം കൈവിട്ടുപോയി. മാഡം, ഞാൻ ഏകദേശം ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലാണ്. എന്റെ മനസ്സ് കൈവിട്ട അവസ്ഥയിലാണ്. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ താൻ പറയുന്നേ? മാഡം കാരണമാണ് എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ തന്നെ എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. ജീവിതത്തിൽ ഇനി ആകെ പ്രതീക്ഷയുള്ളത് എന്റെ കുഞ്ഞ് മാത്രമാണ്. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. നിങ്ങൾ തന്നെ എനിക്ക് എടുത്തു തരണം. ഞാൻ എടുത്തു തരാനോ? അതൊന്നും നടക്കില്ല. ആ, നടക്കും. 2 ദിവസം ആ സമയം ഞാൻ നിങ്ങൾക്ക് തരും. അതിനകം എന്റെ കുഞ്ഞിനെ നിങ്ങൾ എനിക്കെടുത്ത് തന്നിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ ഇവിടെ എല്ലാരോടും വിളിച്ചു പറയും. തന്നെ ഭീഷണിപ്പെടുത്താണോ? ഇത് ഭീഷണിയൊന്നുമല്ല, ഞാനത് ചെയ്യും. എല്ലാ സത്യങ്ങളും എല്ലാരോടും വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ടുപോകും. അതിനേക്കാൾ നല്ലത് ആരും അറിയാതെ നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്കെടുത്ത് തരുന്നതാണ്. നിങ്ങൾ ഇത്ര ക്രൂരയായ ഒരു സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. അതിനെനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയേ തീരൂ. 2 ദിവസം, അത് നിങ്ങൾ മറക്കണ്ട. സച്ചി. അച്ഛാ, ധനുഷ് എവിടെ? ഞാൻ കണ്ടില്ല. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയത്. ഓഫീസിൽ ധനുഷ് എങ്ങനെയുണ്ട്? ധനുഷ് ആദ്യമായിട്ടല്ലല്ലോ ആ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. മുമ്പും അവൻ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്നല്ലോ. ആ ജോലി അല്ലല്ലോ അവൻ ഇപ്പൊ ചെയ്യുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ അവന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല. 2 ദിവസം കൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ കാര്യങ്ങളും ധനുഷ് മനസ്സിലാക്കിയിട്ടുണ്ട്. 2-3 മാസത്തെ ഫയലുകളൊക്കെ വേണമെന്ന് രേണുകയോട് ചോദിക്കുന്നത് കേട്ടു. രേണുക അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്. ധനുഷിനെ നിങ്ങൾ വേർതിരിച്ച് കാണരുത്. നിങ്ങളെപ്പോലെ തന്നെ കാണണം. ഞാൻ ആരോടും ഒരു വിരോധവും മനസ്സിൽ വെച്ചിട്ടില്ല ചാ. പക്ഷേ നന്ദേട്ടനും സന്ദീപൊന്നും അങ്ങനല്ല. അവരെ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അച്ഛൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കൂ? ഓഫീസിൽ അവൻ്റെ പെരുമാറ്റവും ജോലിയോടുള്ള അവൻ്റെ ആത്മാർത്ഥത കൊണ്ടും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് അവനെന്ന് തെളിയിക്കേണ്ടത് അവൻ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ധനുഷിനോടുള്ള നന്ദേട്ടൻ്റെയും സന്ദീപിൻ്റെയും ആറ്റിറ്റ്യൂഡിൽ മാറ്റം സംഭവിച്ചേക്കാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ ധനുഷിന് വേണ്ടി ഇപ്പം ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാൽ അവർ രണ്ടുപേരും കൂടി എന്നെ കടിച്ചു കയറും. താലികെട്ട് ചടങ്ങിന് ഞാൻ പങ്കെടുത്തത് തന്നെ അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കാൻ സാധിക്കുമല്ലോ അല്ലേ? ഏറ്റെടുത്ത ജോലി അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ ഓഫീസിൽ കുറച്ചും കൂടെ അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ എന്നും അച്ഛന് പരാതിയുള്ള സ്ഥലം. ധനുഷിന്റെ ഇടപെടൽ കൊണ്ട് അത് നന്നാവുന്ന ലക്ഷണമുണ്ട്.
അപ്പോൾ അവനെ വിശ്വസിക്കാം അല്ലേ? ഉം. ആ, ഒരു മാസം ഇങ്ങനെ പോട്ടെ. അവൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് കമ്പനിയിലെ ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടി അവനെ ഏൽപ്പിക്കാനാണ് എൻ്റെ തീരുമാനം. നീ എന്തു പറയുന്നു? എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് നന്ദേട്ടനോടും സന്ദീപനോടും ഒന്ന് ആലോചിക്കുന്നത് നല്ലത്. ധനുഷിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ പോലും അവർ തയ്യാറല്ല. പിന്നെന്തിനാ ഞാൻ അവരോട് ആലോചിക്കുന്നത്? കല്യാണത്തിൻ്റെ കാര്യം പോലെയല്ല അച്ഛാ ഓഫീസിലെ കാര്യങ്ങൾ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നന്ദേട്ടനാണ്. നന്ദേട്ടൻ പറയുന്നത് ഓഫീസിലെ അവസാന വാക്ക്. അതുകൊണ്ട് നന്ദേട്ടനോട് ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനിച്ചാൽ ചിലപ്പോൾ അത് നന്ദേട്ടന് ഇഷ്ടമായെന്ന് വരില്ല. ധനുഷിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഇപ്പോൾ വേണ്ട. മാത്രമല്ല അവനെ ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അച്ഛനാവുകയും ചെയ്യരുത്. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഏട്ടനെ കൊണ്ട് തന്നെ വേണം ആ ചുമതലകൾ അവനെ ഏൽപ്പിക്കാൻ. ധനുഷ് അവൻ്റെ ശത്രുവല്ലേ, പിന്നെങ്ങനെ അവനിതിന് സമ്മതിക്കും? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഓഫീസിലെ അവൻ്റെ പെർഫോമൻസിൽ നന്ദേട്ടൻ സാറ്റിസ്ഫൈഡ് ആവും. കാരണം നന്ദേട്ടൻ പലതവണ വിചാരിച്ചിട്ട് പോലും ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ നേരെയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തന്നെ കുറേ ബന്ധുക്കളാണല്ലോ ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്തിരിക്കുന്നത്. അതിൽ ചില സ്വകാര്യ താല്പര്യക്കാരും ഉണ്ട്. 2 ദിവസം കൊണ്ടുള്ള ധനുഷിൻ്റെ ഇടപെടലിൽ തന്നെ അവിടെ ചില സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധനുഷിന് പാരവയ്ക്കാൻ അവർ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അതൊക്കെ മറികടന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവൻ നേരെയാക്കിയാൽ നന്ദേട്ടൻ ധനുഷിനെ അംഗീകരിക്കും. ആ സമയത്ത് വേണം അച്ഛൻ നന്ദേട്ടനോട് ഇക്കാര്യം പറയാൻ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. നീ ഞാൻ വിചാരിച്ചതുപോലെയല്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അറിയാം. അർച്ചനയുടെ കൂടെ ജീവിച്ചതിൻ്റെ ഗുണം നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ അമ്മയുടെ അതേ സ്വഭാവ അർച്ചനയ്ക്കും കിട്ടിയിരിക്കുന്നത്. കുടുംബത്തിൻ്റെ നന്മയ്ക്കും ഒത്തൊരുമയ്ക്കും വേണ്ടി അവൾ തീരുമാനിക്കുന്നത് നമ്മളിലൂടെ അവൾ നടപ്പാക്കും. ആ ബ്രില്യൻസ് അർച്ചനയ്ക്ക് നല്ലതുപോലെയുണ്ട്. എന്നാ നീ ചെല്ല്. അപ്പൊ ധനുഷ് പണി തുടങ്ങിക്കഴിഞ്ഞു. ഓഫീസിൽ അവന് നല്ല പേരുണ്ടാക്കിയെടുത്ത നന്ദേട്ടനും സന്ദീപും ഇപ്പൊ അവനോടുള്ള പിണക്കം മറക്കും. എല്ലാവരും കൂടെ ഒരുമിക്കുകയും ചെയ്യും. അത് പാടില്ല. അവൻ ഓഫീസിൽ തന്നെ ഒരു പണി കൊടുക്കണം. അവന്റെ വിശ്വാസം തകർക്കണം. അതിന് ഓഫീസിൽ തന്നെ അവനൊരു കെണി ഒരുക്കണം. അതിന് പറ്റിയ ഒരാളെ ഓഫീസിൽ തന്നെ കണ്ടെത്തണമല്ലോ. ആരാ ഇപ്പോൾ ഉള്ളത്? ആ, രേണുക. അവളും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണല്ലോ ഉള്ളത്. ധനുഷിനൊരു പണി കൊടുക്കാൻ രേണുകയേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഓഫീസിൽ വേറെ ഇല്ല. ഹലോ മാഡം. രേണുക എന്നെ വിളിച്ചിട്ട് ഒരുപാട് നാളായി. മാഡം ഇപ്പോൾ ഓഫീസിലേക്കൊന്നും വരാറില്ലല്ലോ. പക്ഷെ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള കിമ്പളം മാസാവസാനം നിന്റെ അക്കൗണ്ടിൽ വീഴുന്നുണ്ട്. നെല്ലിശ്ശേരി ഗ്രൂപ്പിലെ വേറൊരു ക്ലർക്കായിരുന്നു നിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്രണ്ടാക്കിയത് ഞാന്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മാഡം ഇതുവരെ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഒരു പുതിയ കാര്യം നിന്നെ ഏൽപ്പിക്കാനാ ഞാൻ വിളിച്ചത്. എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും കാര്യമില്ലാതെ മാഡം എന്നെ വിളിക്കില്ലെന്ന്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ പുതിയ ഹെഡ് ധനുഷിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അത് നെല്ലിശ്ശേരിയിലെ സ്നേഹയുടെ ഭർത്താവല്ലേ? അദ്ദേഹം നല്ല ആളാ. പക്ഷേ അവൻ എന്റെ ശത്രുവാ. ഞാൻ എന്ത് ചെയ്യണമെന്നാ മാഡം പറയുന്നത്? എന്റെ ബോസ് മാഡം മാത്രമാണ്. അവന്റെ മേല് നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണം. സമയമാകുമ്പോ ചില കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. മാഡം പറഞ്ഞാ പിന്നെ അതിന് അപ്പീലുണ്ടോ? ഞാൻ ഏറ്റു. ഇന്നു മുതൽ എന്റെ 2 കണ്ണും ധനുസാറിന്റെ മേലുണ്ടായിരിക്കും. ഓഫീസിൽ നടക്കുന്ന ധനുഷിന്റെ എല്ലാ കാര്യങ്ങളും നീ എന്നെ അറിയിക്കണം. അവിടുത്തെ അവന്റെ പ്രവൃത്തികൾ, അവന്റെ അടുപ്പക്കാർ, അവൻ നോക്കുന്ന ഫയലുകൾ,
അങ്ങനെയല്ല. അറിയിക്കാം മാഡം. വെറുതെ വേണ്ട. ചെയ്യുന്ന ജോലികളുടെ കൂലി നിനക്ക് കിട്ടിയിരിക്കും. അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ. ഞാൻ മാഡം പറയുന്നത് പോലെ ചെയ്തോളാം. തൽക്കാലം ഇപ്പൊ നീ അവനെ വാച്ച് ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ നിന്നെ ഞാൻ അറിയിക്കാം. ശരി മാഡം. ഉം. ശിവേട്ടാ, ശിവേട്ടാ, എന്തായി കാണിക്കുന്നത്? ആതിരേ, ശിവേട്ടാ, കുഞ്ഞിനെ തന്നെ. മാറ് മാറ്, ഇതെന്റെ കുഞ്ഞാണ്. ഇതെന്റെ കുഞ്ഞാ. ശിവേട്ടന്റെ കുഞ്ഞോ? ഇതെന്റെ കുഞ്ഞാ. എന്താ ഭ്രാന്ത് പിടിച്ചോ? കുഞ്ഞിനെ തരാനാ പറഞ്ഞ. എന്റെ കുഞ്ഞാ. ആതിരേ, എന്താ? അയ്യോ, എന്റെ മോള്. ഇല്ല 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 ഇല്ല, തരില്ല. ഇതെന്റെ കുഞ്ഞാ. കുഞ്ഞിനെ എന്റെ കുഞ്ഞാ. ഇതെന്റെ കുഞ്ഞാ. എന്റെ മോള്. കുഞ്ഞിനെ തരാനാ പറഞ്ഞ. കുഞ്ഞിനെ തരാനാ പറഞ്ഞ. നിക്ക് നിക്ക്, ഞാനെല്ലാം പറയാം. നിക്ക്. കുഞ്ഞിനെ എല്ലാം തീർന്നു. എന്ത് ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ. ഇല്ല, ഇതെന്റെ കുഞ്ഞാ, തരില്ല. ഇല്ല. കുഞ്ഞിനെ എന്താ എന്താ അച്ഛാ, ഇയാൾ ആതിരയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാൻ നോക്കുമായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇയാൾ ഇവിടെ ജോലിക്ക് വെക്കണ്ടാന്ന്. ഇയാളൊന്ന് പറഞ്ഞെല്ലാം കള്ള. താൻ എന്താടോ കാണിച്ചത്? ഇവളുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്കിയത് എന്തിനാ? ഇറങ്ങി പോടോ. തനിക്ക് ഇവിടെ ജോലിയില്ല, ഒന്നുമില്ല. ഇനി മേലിൽ തന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇറങ്ങി പോവാൻ. സാർ, ഞാൻ പറയുന്ന ഒന്ന്. ഇനി മേലാൽ നീ പടി ചവിട്ടിയുണ്ടല്ലോ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. താൻ ഇനി ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. അച്ഛാ, അയാളൊരു കൊലപാതകയാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. അയാൾ എന്തിനാ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്കി? അതിനൊക്കെ ഭ്രാന്തല്ലേ? ഏത് കുഞ്ഞിനെ കണ്ടാലും അയാളുടെ കുഞ്ഞാണെന്ന് തോന്നും. മോളെ, കുഞ്ഞാകെ പേടിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി പാല് കൊടുക്ക. ചെല്ലേ. അച്ഛാന്ന് ഞാൻ പറഞ്ഞതല്ലേ അയാൾക്ക് ജോലി കൊടുക്കരുതെന്ന്. അച്ഛനത് കേട്ടില്ല. അയാളുടെ കണ്ണീര് കണ്ടപ്പോ മനസ്സങ്ങ് അലിഞ്ഞുപോയി. എന്നിട്ടിപ്പോ അയാൾ ചെയ്തത് കണ്ടില്ലേ? ആതിരയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാൻ നോക്കി. അപ്പൊ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഏതോ ഒരു ഗ്യാങ്ങിന്റെ ആളാണ് ഇയാളെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി മോളെ, പേടിക്കണ്ട. ഇനി അയാള് ഈ മുറ്റത്ത് വരാൻ അച്ഛൻ സമ്മതിക്കില്ല. എന്നാലും അയാള് കുഞ്ഞിനെ മാറി എടുത്തോണ്ട് പോകാൻ നോക്കിയത് എന്തിനാ? അത് അയാൾക്ക് ഭ്രാന്തായിട്ടാണോ? അയാൾക്ക് ഭ്രാന്താണോ ഭ്രാന്തല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കുറപ്പാ, കുട്ടികളെ തട്ടിക്കൊണ്ടു നടക്കുന്ന ഏതോ ഒരു സംഘമായിട്ട് അയാൾക്ക് നല്ല ബന്ധമുണ്ട്.
ഇല്ലെങ്കിൽ അയാൾ എന്തിനാ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നേ? ഇതിപ്പോ നമ്മൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഈ കാര്യം സച്ചി സന്ദീപ് അറിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയില്ല. എല്ലാത്തിനും കാരണം ഞാൻ ഒരുത്തനാ. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾക്കും മനസ്സറിഞ്ഞൊരു സഹായം ചെയ്യാൻ പാടില്ല. തൽക്കാലം രക്ഷപ്പെട്ടു. അയാളുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഹലോ മൂർത്തി, ആകെ പ്രശ്ന. ഇങ്ങനെ പോയാ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോകും. എന്താ കാര്യം? ആ ശിവരാമൻ ഇവിടെ ഒന്ന് പ്രശ്നമുണ്ടാക്കി ആ കുഞ്ഞിനെ എടുത്തോണ്ടോ നോക്കി. അച്ഛനും അർച്ചനയൊക്കെ ചേർന്ന് അയാളെ പിടികൂടി. അയാള് എല്ലാവരുടെയും മുമ്പ് വെച്ച് സത്യം പറയാൻ തോന്നിയപ്പോ ഞാൻ അയാളെ തന്ത്രപൂർവ്വം അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ ഇനിയും വരും. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവന്തിക പറഞ്ഞാൽ മതി. ഇനി അവൻ തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് വരരുത്. തീർത്ത് കളയണം. ഇന്ന് തന്നെ. എന്താന്ന് വെച്ചാ വേണ്ടതുപോലെ അങ്ങ് ചെയ്തേക്ക്. ഞാനിപ്പോ തന്നെ എന്റെ ആളുകളോട് അവനെ സ്കെച്ച് ചെയ്യാൻ പറയാം. അവന്തിക ധൈര്യമായിട്ടിരുന്നോ. ശിവരാമൻ ഇനി ഒരു ശല്യത്തിനും വരില്ല. ശരി, ഒരു നല്ല വാർത്തയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കാം. സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവും ഉറപ്പായാൽ ആരുടെ ജീവനും എടുക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പാവം ശിവരാമൻ. എന്തു ചെയ്യാം, എനിക്ക് വേറെ വഴിയില്ല. ശിവരാമന്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കട്ടെ. മോൾ ഉറങ്ങിയോ? നല്ല കരച്ചിലായിരുന്നു. ഇപ്പോഴാ ഒന്ന് ഉറങ്ങിയത്. അവളെ നല്ലപോലെ പേടിച്ചാണോ? ആ ശിവരാമൻ എന്തോ അബദ്ധം പറ്റിയതാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെന്താ? പലതവണ അയാൾ ഈ മുറിയുടെ വാതിൽക്കൽ വന്ന് കുഞ്ഞിനെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാനത് വലിയ കാര്യമാക്കിയിട്ടില്ല. അയാൾക്ക് വല്ല മെന്റൽ പ്രോബ്ലം കാണും. എനിക്കങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ കുഞ്ഞിനെ അയാള് അബദ്ധം പറ്റി എടുത്തോണ്ട് പോയതുമല്ല. നീ പിന്നെ എന്തായി പറഞ്ഞോണ്ട് വരുന്നത്? നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ അയാൾ ഈ റൂമിൽ കയറി കുഞ്ഞിനെ എടുത്തോണ്ട് പോയത്. അയാൾ എന്തിനാ നമ്മുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നേ? അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അച്ചുചേച്ചിയുടെ കയ്യിലുള്ള കുഞ്ഞാ അയാളുടെ കുഞ്ഞെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിയമപരമായി ആ കുഞ്ഞിനെ അവർ അഡോപ്റ്റ് ചെയ്തതാണെന്നും അയാൾക്കറിയാം. സ്വന്തം കുഞ്ഞിനെ എടുത്തോണ്ട് രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിച്ചതെങ്കിൽ അയാൾ എടുത്തോണ്ട് പോകേണ്ടത് അച്ചുചേച്ചിയുടെ കുഞ്ഞിനെ അല്ലേ? അല്ല, അയാൾക്ക് ചിലപ്പോ കുഞ്ഞിനെ മാറിപ്പോയതാണെങ്കിലോ? മാറിപ്പോവാനോ? അതെങ്ങനെയാ? കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോഴൊക്കെ എന്റെ കുഞ്ഞെന്ന് അയാൾ ഒരുപാട് തവണ പറയുന്നുണ്ടായിരുന്നു. അതിന് അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അയാളുടെ കുഞ്ഞ് വീട്ടിലുണ്ട്. അതിനെ തിരിച്ചു കിട്ടില്ലെന്നോ അയാൾക്കറിയാം. കുഞ്ഞിനെ തിരിച്ചു വേണ്ട, അച്ചുചേച്ചിനെയും സച്ചേട്ടനെയും കുഞ്ഞായിട്ട് വളർന്നോട്ടെ എന്ന് അയാൾ തന്നെയല്ലേ പറഞ്ഞത്. ദൂരെ നിന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ അയാൾക്ക് ഇവിടെ ജോലി കൊടുത്തത്. നീ അയാളുടെ മാനസിക നിലയൊന്ന് മനസ്സിലാക്ക്. അയാളുടെ ഭാര്യ മരിച്ചു, കുഞ്ഞ് കയ്യിൽ നിന്ന് പോയി. പോയതല്ലോ, കൊണ്ട് കളഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ചേച്ചിക്ക് ആ കുഞ്ഞിനെ കിട്ടിയത്. ശരിയാണ്, പക്ഷേ അയാളൊരു മനുഷ്യനാണ്. എത്ര ശ്രമിച്ചാലും അയാൾക്ക് സ്വന്തം കുഞ്ഞിൻ്റെ അടുത്ത് വരാതിരിക്കാൻ പറ്റില്ല. അതായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അയാൾ എടുത്തോണ്ട് പോകേണ്ടത് ചേച്ചിയുടെ കുഞ്ഞിനെ അല്ലേ?
ഇവളെ എടുത്തോണ്ട് ഓടുമ്പോഴൊക്കെയുള്ള അയാളുടെ ഭാവം ഒന്ന് കാണുമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വെപ്രാളം അയാൾ കാണിച്ചത്. അത് മാനസിക നില തെറ്റിയ ഒരാള് അങ്ങനെ എന്തും ചെയ്യും. സന്ദീപേ, ഇതങ്ങനെയല്ല. ഇതിനകത്ത് മറ്റെന്തോ ഉണ്ട്. എന്ത്? എന്താ നിന്റെ സംശയം? എന്റെ മനസ്സിലെ സംശയം എന്താന്ന് പറയാൻ എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഒന്നുറപ്പാ, അയാൾ മനഃപൂർവ്വം തന്നെയാ നമ്മുടെ മോളെ എടുത്തുകൊണ്ട് പോയത്. അതൊരു മാനസിക രോഗിയുടെ പ്രവൃത്തിയൊന്നും അല്ല. അതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. എന്ത് ദുരൂഹത? അയാളുടെ ഭാര്യയുടെ മരണം, കുഞ്ഞിനെ കാട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചത്, പിന്നെ അയാൾ നാട് വിട്ടത്, ഒടുവിൽ അഡോപ്ഷന്റെ വാർത്ത പത്രത്തിൽ വായിച്ച് തിരിച്ചു വന്നത്, ഇപ്പതാ നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചത്. ഇവിടെയോ എന്തോ മറിഞ്ഞിരിപ്പുണ്ട്. അതിര്, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല. ആതിര പറയുന്നതിലും കാര്യമുണ്ട്. അയാൾ എന്തിനായിരിക്കും ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചത്?